എടാ ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ പറയുന്ന മണ്ടത്തരങ്ങൾ മൊത്തം ഇതിന്റെ അകത്തല്ലേ. പൗഡർ ഇട്ട പോലെ ഇരുന്നോട്ടെ. എവിടെ പോയിട്ട് പിക്ചർ രാമൂട്ടൻ ലീലാവിലാസങ്ങൾ റൊമാൻറ്റിക് ഹീറോ. ഇതാണ് ഗൈസ് നമ്മുടെ ബുക്ക്. കോട്ടിട്ട ഞങ്ങൾ കുറച്ചൊക്കെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വെയിറ്റിംഗ് ഫോർ അവർ ബിഗ് ഡേ. പ്രസാദ് വെഡ്സ് വൃന്ദ. മുടുക്കനായി എന്ത് പണിയാ ചെയ്തത്. നിക്കാൻ വരുന്നതിന്റെ ആവശ്യമില്ല. കൊഞ്ചം ഹാപ്പിയാണ്. പോസ്റ്റ് പ്രൊഡക്ഷന് വന്നേക്കാണ്. You did a great job. എടാ പൊട്ടാ നീ എങ്ങനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദാർജുൻ. അതാ എനർജിയിൽ പറയണം. നിന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കന്നഡ വ്ളോഗ് എന്ന് പറഞ്ഞപ്പോ തന്നെ സ്പെക്കം വെച്ചിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മളിന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാ മെജോ ചേട്ടൻ, അച്ഛ, ഞാൻ, രാമൂട്ടൻ, ഋതി, നമ്മളെല്ലാവരും ഇന്ന് കോയമ്പത്തൂര് പോവാണ് ഗൈസ്. നമ്മള് നമ്മുടെ ലവ് സ്റ്റോറിയുടെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. മസാല ദോശ നേറോസ്. ഞാനും നേറോസ്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ല. മെജോ ചേട്ടനെ അറിയാലോ. മെജോ ചേട്ടനാണ് നമ്മുടെ ഡയറക്ടർ, ലവ് സ്റ്റോറി ഡയറക്ടർ. സ്വന്തമായിട്ട് ലവ് സ്റ്റോറി ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ ലവ് സ്റ്റോറി കയറി ഡയറക്ട് ചെയ്യാൻ വന്നേക്കണേണ്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, ഇത് കോർഡിനേറ്റർ, ഡ്രൈവർ, വെള്ളം കൊണ്ടുവരുന്ന ആൾ, ചായ കൊണ്ടുവരുന്ന ആൾ, പിന്നെ ഇടക്ക് വരുന്ന ഗസ്റ്റ് റോള്, എല്ലാം ഒരുമിച്ച്. ഇത് നായകൻ. നായകന്റെ രൂപമൊക്കെ മാറ്റണം. അതെ, മനുഷ്യ പോലെ ആക്കണം. റൊമാൻറ്റിക് ഹീറോയാണ് അത് എടുക്കുന്നത്. ഇവരെ കൊണ്ട് പണ്ട് വന്ന് റൊമാൻസ് ഒന്നും ഇല്ല. അതാണ് നമ്മളിന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ചായ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. കഥ എഴുതണല്ല, പക്ഷേ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നടന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഗൈസ് നമുക്ക് സ്വന്തമായിട്ട് ബുക്കൊക്കെ ഉണ്ട്. കുറച്ച് ചതല വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫോട്ടോ ട്രാവൽ ടുഗദർ. ഇത് ഞാൻ കൊടുത്ത ബുക്കാ. ഏത് ബർത്ത്ഡേക്കാന്ന് ലവ് സ്റ്റോറി മറന്നു പോകുന്നോണ്ട് ഇവള് ബുക്ക് എഴുതി തന്നനക്ക്. മറന്നു പോകുന്നോണ്ടല്ല, നിനക്കതൊക്കെ ഓർമ്മ വേണം. ഞാൻ വരച്ചതാണ് കേട്ടോ. ഞാൻ ഇത് രാമൂട്ടന്റെ മാത്രം അമ്മൂട്ടിയുടെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് ഫ്രെയിംസ് ആലോചിക്കുന്ന ക്യാമറമാൻ. ഉറങ്ങണല്ല, ഞാൻ ഫ്രെയിംസ് ആലോചിക്കാം അല്ലേ. എന്തൊക്കെ ശരിയടാ. ലവ് സ്റ്റോറിക്ക് ആരെങ്കിലും ഇത് കണ്ടായിരുന്നോ? ഇൻഡെക്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുക. ഞങ്ങളുടെ ഫോട്ടോസ് ആണ് ഇതെല്ലാം. തിരിച്ചു കാണിച്ചാ പോരെ. ഇതാണ് ഗൈസ് നമ്മുടെ ബുക്ക്. ഇത് ഈ അടുത്ത് ചതലരിച്ചതാ. രാമൂട്ടൻ കൊണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട്. അയ്യടാ, ഞാൻ മാത്രമേ സൂക്ഷിച്ചു വെക്കാറുള്ളൂ. ഫസ്റ്റ് ഫോട്ടോ ഞാൻ വരച്ചതാ. ഇത് ഏത് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് ബർത്ത്ഡേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് 24th പടം വരകൾ. ഇതൊന്നും വ്യത്യാസം. ഞാൻ ഇവന്റെ ടാറ്റു ഇത് ഫേമസ് ഫോട്ടോ ആക്കണ ഒരു കാലത്ത്. കോട്ടിട്ട ചക്കൽ. ഈ ഫോട്ടോ ഇതാ നർശങ്കാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. നമുക്ക്
ഒക്കെ എഴുതാൻ പറ്റാതെ പടങ്ങളിലൂടെ ഞാനേ വെയിറ്റിംഗ് ഫോർ അവർ ബിഗ് ഡേ എന്ന് പറഞ്ഞിട്ട് അനുപ്രസാദ് വെഡ്സ് വൃന്ദ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കല്യാണം കഴിച്ചാലെന്നൊക്കെ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നത്. അപ്പൊ ഗൈസ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ നമ്മൾ നറേഷൻ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഗൈസ് കുതിരാനെത്തി ഇതിന്റെ മൊത്തം ഷെയ്ഡാണല്ലോ അടിക്കണത്, ഫുൾ ഷെയ്ക്കാണല്ലോ ഗൈസ്. ഞങ്ങളിത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതാ വലിയ വലിയ കൂടാരല്ലല്ലോ, തുരങ്കമായി ഗൈസ്, തുരങ്കം. നല്ലൊരു ഉറക്കത്തിലായതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ കിട്ടിയടാ, എന്തായി ഫ്രെയിം കിട്ടിയാ? എന്നോടാണ്. ആ നീ ആലോചിച്ചോണ്ടിരിക്കല്ലേ ഫ്രെയിം? നല്ല നല്ല ഫ്രെയിം എല്ലാം കിട്ടിയില്ലേ? ഫ്രെയിം കിട്ടി. ഇനി അവിടെ എത്തിയാ മതി. ഓ എത്താണ്ട എനിക്ക് ഫ്രെയിം കിട്ടിയേ. പിന്നെ കോയമ്പത്തൂര് ഞാൻ കണ്ടിട്ടുണ്ട്. കോയമ്പത്തൂരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അതെല്ലാം ഫ്രെയിം എന്റെ മനസ്സിലുണ്ട്. ഓ ഫുൾ ഡിസ്കഷൻ ആണ് ഗൈസ്. ഞാൻ പറയായിരുന്നു ഡയറക്ടറിനോട് അവിടെ ചെന്നിട്ട് ഈ ലവ് നറേഷൻ ചെയ്യുമ്പോൾ പറ്റിയ ലൊക്കേഷൻസ് ആണ്. പിന്നെ ചേട്ടൻ പുലിയാണ് ആ കാര്യത്തിൽ. ലവ് സ്റ്റോറി എങ്ങനെയല്ലേ ഞങ്ങളൊന്നും പറയുന്നത്. ഫുൾ ക്രെഡിറ്റ് ഇങ്ങോട്ടേക്കാണ് പോവേണ്ടത്. കഥ പറയും, കഥ നിങ്ങളുടെയാണ്, അതുകൊണ്ട് കഥ ഫ്ലോപ്പായി കഴിഞ്ഞാൽ നിങ്ങളുടെയാണത്. അത് നമ്മുടെ അല്ലേ കഥ. രാമൂട്ടന്റെ രീതികൾ ഒന്ന് നോക്കാം. നീ ഇന്ന് എക്സ്പോസ്ഡ് ആവോടാ, നിന്നെ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോവാണ്. നിങ്ങള് ഇപ്പോഴത്തെ ഒരു ലൈഫ് വെച്ചിട്ട് ഓഡിയൻസ് കാണുമ്പോ വിചാരിക്കും പണ്ടും സെറ്റായിരുന്നു, പൊളിയായിരുന്നത്. കണ്ടോ പണ്ടത്തെ അവസ്ഥ. ഹലോ, എന്തായി കഥ എഴുത്ത്? ഇതിനകത്തൊരു സാധനം കണ്ടു. കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ നീ പറഞ്ഞു ഹിമാലയത്തിൽ കൊണ്ടുപോകാൻ. ഹിമാലയത്തിൽ കൊണ്ടുപോകാന്ന് വൃത്തിയായിട്ടാണ് ഇപ്പൊ വായിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. കറക്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വേറെന്തെങ്കിലും എഴുതിയിട്ടുണ്ട് ഈ ബുക്കില്? വേറെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ നീ വാങ്ങിച്ചു കൊടുത്തതിന് പിറ്റേ ദിവസം നമ്മള് ഹിമാലയത്തിൽ പോകുന്നു. ഹിമാലയം മേടിച്ചിട്ട് ഒരു വർഷം ഇല്ല, ഒരു വർഷം ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഒരു ലോങ് റൈഡ് പോലും അയ്യടാ. ബാംഗ്ലൂർ പോയത് പറഞ്ഞു കൊടുക്ക് കഥ. ബാംഗ്ലൂർ റൈഡാണ്, വീട്ടിൽ പോണ പോലെ. ബാംഗ്ലൂർ റൈഡ് പോയത് ഞാനിവിടെ കാണിക്കാം. കാണണ്ട, എല്ലാരും കണ്ടിട്ടില്ല, കാണാത്തവരുണ്ട്, കാണട്ടെ. അത് ഇപ്പൊ മനസ്സിലാവും. നീ നിർത്തിയല്ലേ, എന്നിട്ട് ഈ ലോങ് റൈഡ് പോകൂലെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിർത്തി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കോയമ്പത്തൂര് എത്തിയിരിക്കുകയാണ്. നമ്മൾ കോയമ്പത്തൂർ കറക്റ്റ് സ്പോട്ട് ഗണപതിയിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് സരവണംപട്ടി പോയിട്ട് റൂം എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കോളേജിൽ പോയിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നറേഷൻ ഉണ്ട്, അതിന് പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അറിയില്ല എന്താകും എന്നുള്ളത്. രാമൂട്ടൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. റീക്രിയേഷൻ പഴയ ആ ഒരു രൂപങ്ങളും ഭാവങ്ങളും എല്ലാം നീ റീക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കാര്യം. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ തമിഴ്നാട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കുറേ നാളായി തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ദിണ്ടുകളിൽ തലപ്പാക്കട്ടി പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് തമിഴ്നാട്ടിലെ ബിരിയാണി കഴിക്കാറുണ്ടെങ്കിൽ മോശമല്ലേ. ഈ കൊരങ്ങനെ ഇവിടെ വന്നിട്ട് മലബാർ ബിരിയാണി കഴിക്കാൻ പറ്റും. നീ എന്തിനാ വന്നത്? നമുക്ക് വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? ഗായ്സ്, അങ്ങനെ എൻ്റെ ഫേവറേറ്റ് തമിഴ്നാട് ബിരിയാണി എത്തിയിരിക്കുകയാണ്. ഇതേ കണ്ടോ, മലബാർ ബിരിയാണി കഴിക്കണം. നിന്റെ ഫേവറേറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരാടാ. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറുമ്പപ്പാളയത്തുള്ള നമ്മുടെ കോളേജിലേക്ക് വന്നിട്ടോ. അപ്പം ഞങ്ങൾ പഠിച്ചത് KV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫോർമേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു കോളേജിലാണ്. നമ്മൾ നമ്മുടെ കോളേജിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. വണ്ടി കയറ്റാന്നെല്ലാം വിചാരിക്കേ, അപ്പൊ അവര് താടി എത്തി കഴിഞ്ഞപ്പാട് എഴുതാൻ ഉപ്പിട്ട പേപ്പറെല്ലാം ചോദിക്കും. ആടെ കയറുമ്പം പറയും മറ്റേ കടലാസും ഉണ്ടാ, ജയിലിൽ കയറുന്ന പോലെയാണ്, പരോളിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടാ.
അപ്പം നമ്മളിത് ആ കോളേജിലെത്തിയിട്ട് റിക്വസ്റ്റ് ലെറ്റർ എഴുതണതാണ് 3 ഡേയ്സിലേക്ക് നമുക്ക് കോളേജിൻ്റെ സറൗണ്ടിങ്സ് ഷൂട്ടിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് ആ ലെറ്റർ കൊടുത്തിട്ട് ഇനി പയ്യെ റെഡിയായിട്ട് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആവശ്യമില്ല, നല്ല സ്കിന്ന്. ഒരു പൗഡർ ഇട്ട പോലെ ഇരുന്നോട്ടെ ഇപ്പൊ ചക്കന്. അങ്ങനെ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ സെറ്റാക്കി ഞങ്ങൾ ഇതാ ഷൂട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഗൈസ് അത് നമ്മുടെ ഒളിച്ചോട്ടമൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒളിച്ചോടിന്ന് വിചാരിച്ചല്ലേ. അതെ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ദാ ഇവിടെ വെച്ചിട്ടാണ്. ഏകദേശം കറക്റ്റ് സെമിനാർ റോൾ ഇവിടെ അല്ലേ? സെമിനാർ റോളിലേക്ക് എന്ത് പറയണ്ട, എനിക്ക് ഓർമ്മ നിന്നെ ഇടുന്ന ഇതെന്റെ വഴി ഇല്ലേ പോവാ ഞാൻ പറഞ്ഞു പോ. അപ്പോൾ ആദ്യം നമ്മൾ നറേഷൻസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ലിറ്റിൽ സബ്സ്ക്രൈബർ നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. അപ്പോൾ കോളേജിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്കൂളും ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണിത്. ഭയങ്കര സന്തോഷമായി, നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ. ഓക്കെടാ ബൈ. ബൈ ചേട്ടാ. സംസാരിക്കും. Have you been in Kerala? Not yet. I'm from Bangalore. Yo. So, do you know Tamil? Yeah. நல்லா தெரியும். நான் இங்க தான் படிச்சேன். இங்க தான் வர்க் பண்ணிருக்கேன். கண்டிப்பா இங்க வர்க் பண்ணியிருந்தேன் 3 years. HR வர்க் பண்ணியிருந்தேன். ஆமாங்க. ஓப்போல ஹெட் ஆபீஸ்ல வர்க் பண்ணியிருந்தேன். Daily videos வேணும். I'm big ஐயோ ஷோடா கண்டிப்பா. I just want to ask you one secret. Like, what is the secret of your beauty? Oh. சும்மா சொல்றாங்க. No, I'm serious about it. I guess I'm so flirty. புருஷன் கொஞ்சம் ஹாப்பியா வச்சிருக்காங்க. எங்கயோ கேட்டிருக்கேன் இந்த டயலாഗ്. ஐடா டேக் கேர், ஆல் தி பெஸ்ட் ഫോർ യുവർ സ്റ്റഡീസ്. അന്നത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഫുള്ളായിട്ട് തീർന്നില്ല, നറേഷൻ കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് പോണവരെ നമ്മൾ ഷൂട്ട് ചെയ്തു കേട്ടോ. ദെൻ നമ്മൾ പോയി ഒരു റൂം എടുത്തു, റെസ്റ്റ് ചെയ്തു. ദെൻ പിറ്റേന്ന് എഗെയിൻ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഹലോ, ഡേ 2നെ പറ്റിട്ടൊന്നും പറ. ഇന്നലെ വ്ളോഗ് പകുതിക്ക് നിർത്തി. ഇന്നലെ ഷൂട്ട് ചെയ്തു നമ്മൾ കോളേജിൽ. ഇപ്പൊ നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി ഷോർട്സ് എടുക്കാൻ ഒടുക്കത്തെ ഡിസ്കഷൻ. ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകെ ഇവിടെ ഒന്നേ നടക്കുന്നുള്ളൂ. 1 ഫുഡ് അടി, 2 ഇതെഴുത്ത്. ഫുഡ് അടിക്കുക, കഥ എഴുതുക. ഇഡ്ഡലി വന്നു. കഴിഞ്ഞോ കഥാകൃത്തെ? ഇനി എന്താ എത്ര ഷോട്ടുകൾ എടുക്കാൻ ബാക്കിയുണ്ട്? നിന്നെ കാണുന്നില്ല. ഫുഡ് കഴിച്ചു, ഇനി കാറിൽ കയറും. ഇന്നത്തെ വ്ളോഗും കഴിയും. അപ്പോൾ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് പ്രോസോൺ മാള്. അപ്പോൾ പ്രോസോൺ മാളിൽ വെച്ചിട്ടാണ് കേട്ടോ രാമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മെഡിസിൻ കളയുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നറേഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാരണം മെഡിസിൻ കളയുന്നത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ രാമുണ്ടിൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് ഷേവ് ഒക്കെ ചെയ്തിട്ട് വരണം. അതുകൊണ്ട് നമ്മൾ നാളെയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തേക്കുന്നത്. എടാ, ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ പറയുന്ന മണ്ടത്തരങ്ങൾ മൊത്തം അതിൻ്റെ അകത്തല്ലേ. എനിക്ക് ഇങ്ങനെ തോന്നുന്ന പല സാധനങ്ങളും ഞാൻ ഇങ്ങനെ എടുക്കുന്നു, ഞാൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ വെച്ച് അത്യാവശ്യം നറേഷൻ ചെയ്യാനുള്ള സീൻസ് എടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ മോളിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പെർമിഷൻ ചോദിക്കാൻ പോവാം കേട്ടോ. സോ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നല്ല കൂടുതൽ സമയം കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ പെർമിഷൻ ചോദിച്ചു, അങ്ങനെ പെർമിഷൻ കിട്ടി. ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാം കേട്ടോ ഗൈസ്. എത്ര മണിക്കൂറായി കാത്തിരിക്കുന്നു ഗൈസ്. മാനേജർ എൻ്റെ അടുക്ക് ഉണ്ടായിരുന്നില്ല. മാനേജറെ വിളിച്ചോണ്ടെന്ന് ഒന്നും പറയണ്ട. അച്ഛനുറങ്ങിയ നല്ല മഴ. എവിടെ ക്യാമറമാനൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക.
എടാ നീ എന്താടാ ഒളിച്ചിരിക്കണ്? മഴ കൂടി. ഹലോ, എന്താ? മഴ കാരണം അത് ഒളിച്ചിരിക്കുന്നു. അച്ഛനിപ്പോ കൊട വാങ്ങാൻ പോയിട്ടുണ്ട്. വൈ ബട്ട് വൈ ഇവര് പെർമിഷൻ തരാൻ ലേറ്റ് ആക്കി. എന്താ നീ കോഴി തന്നെയല്ലേ? പിന്നെയും മഴ കൂടി. ഓടിക്കോ, 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 ഓടിക്കോ. അപ്പോൾ മഴ വരുന്നതിന് മുന്നേ നമ്മളൊരു ഷോട്ട് എടുത്തായിരുന്നു, പക്ഷെ അത് നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടൊരു റീഷൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. പക്ഷേ മഴ കാരണം നമുക്കത് റീഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ നമുക്ക് ആദ്യം എടുത്ത ഷോട്ട് ഓക്കെ വെക്കാമെന്നല്ലാതെ വേറെ വഴി ഉണ്ടായില്ല. അതുകൊണ്ട് തൃപ്തിയില്ലാതെ നമ്മളവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇനി കോളേജിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലവ് സീൻസിൻ്റെ നറേഷൻസ് ആണ്. നമ്മൾ ഇങ്ങനെയാണ് കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചായക്കട, നമ്മൾ സ്ഥിരം വരുന്ന ചായക്കടയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇപ്പം ആ ചായക്കടയിൽ ചായ ഇല്ല. ഇപ്പം അത് എന്താ പറയുക, ഓംലേറ്റും ദോശയൊക്കെ മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചായ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള വേറെ ചായക്കടയിൽ വന്നിട്ട് 2 ചായ തരാൻ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ചായ മേടിക്കാൻ വന്നേക്കാണ്. നമ്മളിനി ഇവിടെ നിന്ന് ചായ മേടിച്ചിട്ട് നമ്മൾ സ്ഥിരം ഇരുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പൊ ചായ ഒന്നും ഇല്ല ഗൈസ്, കാലത്തിന്റെ ഒക്കെ ഒരു മാറ്റേ. ദെൻ നമ്മൾ ചായക്കടയിലുള്ള ഷോർട്സ് എടുത്തതിന് ശേഷം പിന്നെ കോളേജിൽ പോയി ദെൻ അവിടെ നിന്നും നറേഷൻ എടുത്തിട്ടാണ് കേട്ടോ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. സോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫുഡ് കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. കേൾക്കുന്നില്ല പറയും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് നല്ല വിശന്നാലും എന്തെങ്കിലും നമ്മള് വിശന്നാലാ ഇനി എന്തെങ്കിലും കഴിച്ചേക്കാം. എന്തെങ്കിലും പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോണ വഴിക്ക് അപ്രതീക്ഷിതമായി നമ്മുടെ വൈപ്പർ കേടായിട്ടോ. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ വൈപ്പർ നേരെയാക്കാതെ എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റൂല. സോ നമ്മളിതാ വൈപ്പർ നന്നാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ വന്നേക്കാണ് ഗൈസ്. ചായ കഴിച്ചെന്താ ഒരു ചായയിലാണ് നമ്മളുള്ള എല്ലാരും തീർന്നിരിക്കുകയാണ്. വൈപ്പർ പോയി ഗൈസ്. അന്നേരം എനിക്കൊരു ഇഡ്ലിയും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു. മയ്യൊക്കെ ഇഡ്ലി കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വൈപ്പർ എന്തായാലും നന്നാക്കാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിതാ ഒരു മുകളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല, എന്നാലും ഫോട്ടോ എടുപ്പിനൊന്നും ഒരു കുറവുമില്ല. ദെൻ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ ഗൈസ്. അപ്പോൾ രാവിലെ വന്ന് ഷൂട്ട് ചെയ്യുന്ന നമ്മൾ ഈ സെയിം മോളിൽ തന്നെയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ രാമോട്ട് മിക്കപ്പോഴും വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി അഗെയിൻ റീക്രിയേഷൻ ഷോട്ട് എടുക്കണം. അത് രാമോട്ടിൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണം. സോ ഇനി അടുത്ത ടാസ്ക് രാമോട്ടിൻ്റെ താടിയും മുടിയും ഷേവ് ചെയ്യാന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളൊരു സലൂൺ കണ്ടുപിടിക്കണം. മുടുക്കനായി അങ്ങനെ ട്രാൻസിഷൻ, അതായത് കല്യാണത്തിന് മുന്നുള്ള രാമുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് രാമുട്ടല്ലത്, നോക്കി. കുളിക്കട്ടെ. ഇതാ എന്തെന്നാണ് ഇന്ന് 3ാമത്തെ ദിവസം അല്ലേ? ഇന്ന് 3ാമത്തെ ദിവസം. കുറേ ഡ്രസ് ചേഞ്ച് ഉണ്ട് പോലും. ഉള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം എത്ര മണിയാണ്ടാവും? 6 മണിയാ. നോക്കട്ടെ. അപ്പം ഇനി ബാക്കി ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഫുഡ് മാത്രമേ ഉള്ളൂ എന്നറിയാം. എന്നാലും എന്നാലാകുന്ന വിധം ഞാൻ എടുക്കുന്നുണ്ട്. പകുതി ഞാൻ മറക്കും, പകുതി ഓർക്കും. ചാർജ് ഉണ്ടാവൂല. എന്നെ ഏൽപ്പിച്ചിന് BTS എടുക്കാൻ. ഫുൾ വ്യത്യാസമില്ലേ? അപ്പോൾ ഇന്ന് കുറച്ചധികം റീക്രിയേഷൻ സീൻസ് എടുക്കാനുള്ളത് കൊണ്ട് രാമൂട്ട് എന്താ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാ സീൻസും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഇന്ന് രാത്രി നമുക്ക് തിരിച്ച് പോകണം. അതുകൊണ്ട് ഇന്ന് ഒരൊറ്റ ദിവസമേ ബാക്കിയുള്ളൂ. സോ നമ്മൾ വേഗം റെഡിയായി ഷൂട്ടിന് പോട്ടെ കേട്ടോ ഗൈസ്. ഞങ്ങൾ പഴയ ആൾക്കാരാകാൻ ശ്രമിച്ചിട്ടുണ്ട്. ചപ്പാത്തി പോലെ പിന്നെയും കോളേജ് ഒരിക്കലും ഇങ്ങോട്ട് വരൂല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണേ. അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഇടുമ്പോൾ അത് മനസ്സിലാവുള്ള റിയാക്ഷൻ. അവനായിട്ട് ഇരുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ തന്നെ ഓർക്കും. അവനായിട്ട് ഇരിക്കണ കാണിക്കും. അപ്പൊ ആ ഫീലിങ്സ് എന്താണ് അത് ഇടണം കേട്ടോ.
അപ്പോൾ കോളേജിലുള്ള റീക്രിയേഷൻ സീൻസ് ആണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിഫോം ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെയാണ്. ഭാഗ്യത്തിന് എനിക്കും രാമുണ്ടും പറ്റിയൊരു സൈസ് ഒത്തിനുള്ള കിട്ടി. എനിക്ക് കറക്റ്റ് സൈസായിരുന്നു, പക്ഷേ രാമുണ്ടും കുറച്ച് കുഞ്ഞതായി പോയിട്ടോ. അതുകൊണ്ട് ഈ ഒരുമിച്ചുള്ള ഇൻട്രാക്ഷൻ സീൻസ് കാണിക്കുമ്പോൾ രാമൂട്ടൻ്റെ ഷോൾഡർ കഴിഞ്ഞിട്ട് അവിടെ വരെ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിലേക്ക് താഴേക്ക് ഫുള്ള് ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു അത് കാണുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഒരു ബ്രോഷറിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഇത്തവണ ലവ് സ്റ്റോറി ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇപ്പോഴും ഈ ഫോട്ടോയോടെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഈവൻ ലവ് സ്റ്റോറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ദെൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഹോസ്റ്റൽ സീൻസ് കുറച്ച് എടുത്തു കേട്ടോ. ഞാൻ രാമുട്ടിനെ സ്ഥിരം ഫോൺ ചെയ്യാറുള്ളതായി ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു കോളേജ് ടൈമിൽ. അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഷോർട്സ് റീക്രിയേറ്റ് ചെയ്തു. പിന്നെ കരയണേ കുറച്ച് ഷോർട്സ് എടുക്കാറുണ്ടായിരുന്നു. ഗ്ലിസറിൻ ഇല്ലാത്തത് കൊണ്ട് കരയാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും അതെടുത്തു കേട്ടോ. പിന്നെ രാമുട്ടിനും ഫോൺ ചെയ്യണ കുറച്ച് ഫോൺ കട്ട്സ് എടുത്തു. അതോടെ നമ്മുടെ കോളേജിലുള്ള സീൻസ് ഇതാ തീരാണ്. കോളേജിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ ഫുഡ് മറക്കില്ലല്ലോ. മാത്രമേ ഉള്ളൂ. ഇവരെ നോക്കുമ്പോൾ ഫുഡേ ഉണ്ടാവുള്ളൂ. കാലം പോയി എൻ്റെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മോളിലേക്കാണ് വന്നത്. അപ്പോൾ മോളിൽ വെച്ചിട്ട് നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ വരാറുണ്ടല്ലോ, അതിൻ്റെ കട്ട്സൊക്കെ എടുത്തു. ആൻഡ് നമ്മുടെ ആ ഒരു മെഡിസിൻസ് കളയുന്ന ആ ഒരു ഷോർട്സ് അല്ലേ, അത് ഞങ്ങൾ ആദ്യം ഡയലോഗ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നീട് അത് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് ഡയലോഗ് ഇല്ലാതെ ആയതുകൊണ്ട് പിന്നെ നമ്മളത് വേണ്ടെന്ന് വെക്കായിരുന്നു കേട്ടോ. ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചിടത്തേക്കുള്ള ആശ്വാസമാണ്. നന്നായിട്ട് ഉറങ്ങാനും പറ്റും. ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? അങ്ങനെ കഴിക്കാറൊന്നുമില്ല, പക്ഷെ അത് എപ്പോഴും ബാഗിനകത്ത് വയ്ക്കും. അതുണ്ടെങ്കിൽ ഒരു ധൈര്യം. ഇത് ഈ ബാഗിൻ്റെ അകത്തോ? ഇതല്ലേ ഇതല്ലേ ആ മരുന്ന്? എടാ നീ എന്ത് പണിയാ ചെയ്തത്? എനിക്ക് ആ മരുന്നിൻ്റെ ആവശ്യമില്ല. ഞാനാ പറയുന്നത്, ഒരാവശ്യമില്ല അത്. പിന്നെ നമ്മൾ മോളിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ഒരു ബസ് കയറി കേട്ടോ. ബസ്സിൻ്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നുകൊണ്ട് വേഗം അവരോട് പെർമിഷൻ എടുത്തിട്ട് നമ്മൾ കയറി 4 ടിക്കറ്റ് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പാവം നമ്മുടെ ക്യാമറമാനും മേച്ചേട്ടനും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഷോട്ട്സ് ഒക്കെ അവിടെ കിട്ടി കേട്ടോ. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞെങ്കിലും നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങിയെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. then അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ ഓപ്പോയിലേക്കാണ് പോയത്. ഓപ്പോ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങളുടെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് രാമൂട്ടനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഷോട്ട്സും പിന്നെ കൊളീഗ്സ് ആയിട്ട് നിൽക്കുന്ന ചില ഷോട്ട്സുകളും എടുത്തു കേട്ടോ. എൻ്റെ പഴയ കൊളീഗ്സായ അരുണനും സെൽവണ്ണൊക്കെ ഇപ്പോഴും അവിടെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. ദെൻ അതിനുശേഷം നമ്മൾ ഒട്ടും സമയം കളയാതെ പോയത് മരുതമലയിലേക്കാണ്. കാരണം ഓപ്പോൻ്റെ ഷോട്ട്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 5-5:30 ആയിട്ടോ. പിന്നെ വേഗം ചെന്ന് അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട്. 6-6:30 ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ഇൻട്രാക്ടിങ് ഷോട്ട്സ് എടുക്കണം. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സീനാണ്. അതെന്തായാലും നമുക്ക് അന്ന് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം അന്ന് രാത്രി നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സീൻ ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ എങ്ങനെയോ ആ ഒരു ടൈമിനുള്ളിൽ വേഗം തീർത്തു കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ ഹെക്ടിക് ഷൂട്ട് ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി കൊച്ചി ചെന്നിട്ട് വേണം നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കട്ട്സ് എല്ലാം എടുത്തത് എറണാകുളത്ത് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഈ തല്ല് പിടിക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. ആൻഡ് എൻ്റെ ഈ കോളിൻ്റെ കട്ടൊക്കെ എടുത്തത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. ആൻഡ് ഇതൊക്കെ നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറിയുടെ ഷൂട്ടിംഗ് എല്ലാവരും കണ്ടു. ഇപ്പൊ നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ അല്ലെ എന്താ മേച്ചേട്ടനെ പറയണത്, പോസ്റ്റ് പ്രൊഡക്ഷന് വന്നേക്കാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ആ സീൻസ് ഒക്കെ. അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് സീനിന്റെ ഒക്കെ നമ്മൾ കുറച്ച് ഡബ് ചെയ്യാനും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡിയോ M സൗണ്ട് ഫാക്ടറിയിൽ വന്നേക്കാണ്. മ്യൂസിക് ഡയറക്ടർ അല്ലേ, പേരെന്തായിരുന്നു? ജെയ്സൺ ആണ്. അപ്പൊ നമ്മള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ ഡയറക്ടർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഡ്ഡലി കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ആ ഫസ്റ്റ് സീൻ നമ്മൾ ഡബ് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഡബ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ടെൻഷൻ ഉണ്ടോ അവിടെ? ഇതെന്താന്ന് പോലും അറിയാത്ത ഞാൻ ചെവിയിൽ വെക്കുന്ന പാട്ട് കേൾക്കാൻ മാത്രം. അപ്പൊ ഗൈസ് നമ്മൾ പോയി ഡബ് ചെയ്യട്ടെ. ഓക്കെ, എവിടെ പോന്നു? ഓഹോ, എന്താ ഇവിടെ ഡബ് ചെയ്യാൻ പോകുന്നു നമ്മുടെ ലവ് സ്റ്റോറിക്ക്.
ഞാനിടന്നിട്ട് ഒച്ചപ്പടാക്കി ജസ്റ്റ് ഒന്ന് വെറുതെ ഡയലോഗ് ചെക്ക് ചെയ്യാനാ. ഓക്കെ പൈലറ്റ് ബാക്കിലുള്ള ഫുൾ സയൻസിൽ എടുക്കുമല്ലേ? ഫുൾ സൈലൻസിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഡൗട്ട്. ഫോൺ എടുക്കാത്തെ അച്ഛനമ്മയും വന്നാൻ പറ്റില്ലട്ടോ. അച്ഛനമ്മയും വന്ന പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ലട്ടോ. ഫുള്ളൊന്ന് പോ. രാമത്തെ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ അച്ഛനമ്മയും വന്ന പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ലട്ടോ. അതാ എൻട്രി, രാമൂട്ടന്റെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് രാമൂട്ടന്റെ ഡബ് ചെയ്യാൻ പോവാണ് ഗായ്സ്. ഒന്നുമല്ല, എൻട്രി അല്ലേ. ദേ ഇങ്ങോട്ടേക്ക് നോക്കുന്നു ആ സാധനക്ക. ഞാൻ പോണോ? ഓൾ ദ ബെസ്റ്റ്. ആദ്യമായിട്ടല്ലേ ഡബിങ്ങില്? ഇതൊരു തുടക്കമാട്ടെ രാമു. എക്സ്പ്രഷൻ തന്നെ ഇവിടെ ഇട്ടാൽ തന്നെ വരും, ഉള്ളിന്ന് വരും. അല്ലെങ്കിൽ നീ പറയണ പോലെ ഇരിക്കും ഡബ് ചെയ്യണത്. ഇത്ര മാത്രം നോക്കിയാൽ മതി. അവിടെ ചിരിക്കെങ്കിൽ ചിരിച്ച് തന്നെ പറയാ. കരഞ്ഞിട്ടാ പറഞ്ഞ കരഞ്ഞ ഡബ് ഇട്ടിട്ട് ചെയ്യാം. റെഡി ചെയ്ത് പോവാ. ഒന്നുകൂടി കാണട്ടെ. ആ സ്പീഡ് കൂടിപ്പോണു. നീ അത്ര സ്പീഡിലല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടി കേട്ട ടൈമിങ് നോക്കിയാണ്. അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് രാമൂട്ടൻ സൂപ്പർ ആയിട്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചാണ് നമ്മൾ നന്നായിട്ട് ചെയ്തു രാമു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാണുന്നില്ല നിന്നെ, നന്നായിട്ടുണ്ട്. എടാ പൊട്ടാ നീ എങ്ങനെ ഇത് നമ്മുടെ മേജോച്ചേട്ടൻ്റെ ഫ്രണ്ട് ലിയോടേട്ടനാണ് കേട്ടോ. അപ്പോൾ മേജോച്ചേട്ടൻ്റെ കൂടെ എപ്പോഴും പുള്ളിയും വരും. എന്നും വന്ന് പുള്ളിയുടെ ഉറക്കം പോകും. കാരണം നമ്മൾ രാത്രിയാണ് ആറാറും ഡബിങ് ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഫുൾ ടൈം രാത്രി എല്ലാവരുടെയും ഉറക്കം പോയായിരുന്നു കേട്ടോ. ദെൻ പിറ്റേ ദിവസം ഇത് തന്നെയാണ്. അവർ ആറാറ് ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വന്ന് കേട്ടിരിക്കും. അങ്ങനെ ഒരു 3-4 ദിവസം അങ്ങനെ ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഗായ്സ്, സമയം ഇപ്പോൾ 2:30 3 മണിയായി. നമ്മളതാ ആറാറ് കഴിഞ്ഞിട്ട് പോവുകയാണ് വീട്ടിലേക്ക്. നല്ല തണുപ്പ്. നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ ഗൈസ്? അപ്പോൾ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലെങ്കിലും സാരില്ല കേട്ടോ. പക്ഷെ നല്ലൊരു ഔട്ട് തരണമെന്നുണ്ടായി, അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ലവ് സ്റ്റോറി കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക.